CMRL കേസിൽ ഇഡിയുടെ അന്വേഷണം തുടരാം എന്ന ഹൈക്കോടതി നിലപാട് സിപിഎമ്മിനും പിണറായിക്കും കരണത്തേറ്റ അടിയാണെന്ന് വി മുരളീധരൻ MLA. നിയമവിരുദ്ധമായ നടപടികളെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയവരെ ഗുണ്ടകളെ വിട്ട് തടയാൻ ശ്രമിച്ചതിന് CPM മാപ്പ് പറയണമെന്നും വി മുരളീധരൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളെക്കുറിച്ച് അന്വേഷണം നടത്താനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ സംഘടിതമായി ഗുണ്ടകളെ അഴിച്ചുവിട്ട് ആക്രമിച്ച് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെക്കുറിച്ച് CPM മാപ്പ് പറയണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ജീവനടക്കം അപായപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണെന്ന് നടന്നത്. മാത്രമല്ല, ഈ കേസിന്റെ കാര്യത്തിൽ CPM ഇത്രയും കാലം പറഞ്ഞിരുന്നത് പിണറായി വിജയനെതിരായിട്ട് പകപോക്കൽ നടക്കുന്നു, വേട്ടയാടൽ നടക്കുന്നു എന്നാണ്. പിണറായി വിജയൻ തന്നെ പറഞ്ഞത് എന്നെ ED ചോദ്യം ചെയ്തിട്ടില്ല. അതിനർത്ഥം ഈ കേസിൽ പിണറായി വിജയനെതിരായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുള്ളത് മുഴുവൻ തന്നെ പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ടാണ്, വീണയ്ക്കെതിരായിട്ട്. VD സതീശന്റെ പോലീസ് കേസുകൾ മുഴുവൻ തന്നെ ഒരു കൂട്ടം ക്രിമിനലുകൾക്കായി ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജീവനടക്കം അപായപ്പെടുത്തുന്ന ആസൂത്രിത ശ്രമമാണ് നടന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു. CPM പറയുന്നത് പിണറായി വിജയനെതിരെ പകപോക്ക് നടക്കുകയാണെന്നാണ്. എന്നാൽ പിണറായി വിജയൻ പറയുന്നത് തന്നെ ആരും ചോദ്യം ചെയ്തിട്ടില്ലെന്നാണ്. അന്വേഷണവും ചോദ്യം ചെയ്യലും വീണ വിജയനെതിരെയാണ് നടന്നത്. പിണറായി വിജയനെതിരായ ഒരു രാഷ്ട്രീയ വേട്ടയും നടന്നിട്ടില്ല. എന്ത് സേവനം നൽകിയതിന്റെ പേരിലാണ് വീണയ്ക്ക് 4-5 ലക്ഷം രൂപ മാസം തോറും ലഭിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ കേസ് 3 ഹൈക്കോടതിയിൽ പോയതാണ്. ഈ കേസിൽ കേരള സർക്കാരിന്റെ നിലപാട് വ്യവസായ മന്ത്രി വ്യക്തമാക്കണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് TCV.